ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ 21ാമത്തെ പേജിൽ നമുക്ക് 4ാമത്തെ ചോദ്യം 21ാമത്തെ പേജിലെ 4ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, 21ാമത്തെ പേജിൽ കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് തന്നെയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഈസ് 1 not 1 a term of the arithmetic sequence 13, 24, 35? What about 1001? അതായത് 13, 24, 35 എന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ? 1001 ആയാലോ? നോക്കണേ. ഇങ്ങനെ ടേം ആണോ എന്ന് ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇങ്ങനെ ടേം ആണോ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ടേം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. 2 മെത്തേഡും ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമുക്കൊരു മെത്തേഡ് നോക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ, ഒരു സമാന്തര ശ്രേണിയിലെ ഏതൊരു ടേമിനെയും നോക്കണേ, ഏതൊരു പദങ്ങളെയും നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട്, പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ശിഷ്ടം ഇല്ലെങ്കിൽ റിമൈൻഡർ എപ്പോഴും സെയിം ആയിരിക്കും. നോക്കണം, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൺസിഡർ ചെയ്യുക, സമാന്തര ശ്രേണി. അതിൽ ഏതൊരു ടേമിനെയും നമുക്ക് പൊതുവ്യത്യാസം അറിയാമല്ലോ, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും റിമൈൻഡർ, ശിഷ്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ചോദ്യം എന്താണ്? 13, 24, അതുപോലെ തന്നെ എന്താണ് 35 എന്ന സമാന്തര ശ്രേണിയിൽ 101 ഒരു പദമാണോ എന്നാണ്. 101 ഒരു പദമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കാം. കോമൺ ഡിഫറൻസ് എത്രയാണ്? പൊതുവ്യത്യാസം എത്രയാണ്? തൊട്ട് മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലല്ലേ കുറയ്ക്കേണ്ടത്. 24 നിന്ന് 13 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? കോമൺ ഡിഫറൻസ് 11 കിട്ടും. കിട്ടില്ലേ? 24 കുറയ്ക്കണം 13 വേണമെന്ന് കുറച്ച് നോക്കി കിട്ടുമോ? 11 കിട്ടും. കോമൺ ഡിഫറൻസ് എത്രയാണ്? 11. ദെൻ ഞാൻ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ടേം എടുക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടേം തൽക്കാലം എടുക്കുന്നില്ല, മറ്റൊരു ടേം എടുക്കുകയാണ്. 24 എടുത്തു. 24 ഇതിനകത്തുള്ളൊരു സംഖ്യയാണല്ലോ 24. അത് കഴിഞ്ഞ് 35 എടുക്കാൻ പോകുന്നത്. 24 എടുക്കുകയാണ്. 24 ഹരിക്കണം 11. 24 ഞാൻ 11 കൊണ്ട് ഹരിക്കുകയാണ്. 24 11 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം അല്ലേ? 11ൻ്റെ ടേബിൾ വളരെ എളുപ്പമാണ്. 2 പ്രാവശ്യം. 2 11 എത്രയാണ്? 22. നോക്കിയേ, 4 കുറയ്ക്കണം 2 2, 2 കുറയ്ക്കണം 2 0. റിമൈൻഡർ നമുക്ക് എത്ര കിട്ടി? ശിഷ്ടം നോക്കി എത്ര കിട്ടി? നമുക്ക് 2 കിട്ടി. റിമൈൻഡർ എത്ര കിട്ടി? 2 കിട്ടി. ഇനി ഞാൻ മറ്റൊരു നമ്പറും കൂടി എടുക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഏതെടുക്കാം? നമുക്ക് 35 എടുക്കാം, 35 എടുക്കാം. 35 എടുക്കുകയാണേ. 35 ഹരിക്കണം 11. ഈ ഹരണമൊക്കെ ഈ സൈഡിൽ കൊണ്ട് എഴുതി വയ്ക്കണം കേട്ടോ. ഓക്കെ, ഞാനിതിനകത്ത് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് കൃത്യമായിട്ട് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. അപ്പോൾ 35 35ൽ 11 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം അല്ലേ? 3 11 33. 5 നിന്ന് 3 കുറച്ചാൽ 2, 3 നിന്ന് 3 കുറച്ചാൽ 0. എന്ന് നോക്കിയാൽ കുഞ്ഞുങ്ങളെ, റിമൈൻഡർ ഇവിടെയും എത്ര തന്നെയാണ്? എത്രയാണ് വന്നേക്കുന്നത്? റിമൈൻഡർ 2 എന്ന് കിട്ടിയോ? അതാണ് ഞാൻ പറഞ്ഞത്. അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിനെയും നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് റിമൈൻഡർ 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ 101 ഒരു പദമാണോ എന്നല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 101 ഒരു പദമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതേ പണി എടുത്താൽ പോരെ, ഇതേ വഴി തന്നെ എടുത്താൽ പോരെ. എന്ത് ചെയ്യാം? ഈ 101നെ നമുക്ക് 11 കൊണ്ട്, കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ച് നോക്കാം. നമുക്ക് 2 അക്ക സംഖ്യയാണ്. അപ്പോൾ നമ്മൾ 10 എടുത്തു. 10ൽ എന്തായാലും 11 പോകില്ല. 101 എടുത്തു. 101ൽ 11 എത്ര പ്രാവശ്യം പോകുമായിരിക്കും? 9 പ്രാവശ്യം അല്ലേ? 9 11 99. 9 പ്രാവശ്യം എത്രയാണ്? 99. 1 നിന്ന് 9 കുറയ്ക്കാൻ പറ്റില്ല. നമ്മൾ കടമെടുത്തു. ഇവിടെ എത്രയായി? 9 ആയി. ഒന്നും കൂടി കടമെടുത്തു. 11 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ 2 0 0. റിമൈൻഡർ എത്ര കിട്ടി? എത്ര കിട്ടി? 2 കിട്ടി. കിട്ടിയോ? 2 കിട്ടിയോ? അപ്പോൾ 101 ഒരു പദമാണോ? അതെ. കാരണം അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരു ടേം ആണെങ്കിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ, പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഒരേ റിമൈൻഡർ നമുക്ക് കിട്ടുള്ളൂ. നേരത്തെ നമ്മൾ 2 എടുത്തു നോക്കി. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി? 2 കിട്ടിയില്ലേ? ഇവിടെ 2 കിട്ടി, ഇവിടെ 2 കിട്ടി. ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. റിമൈൻഡർ സെയിം ആണ് അല്ലേ? റിമൈൻഡർ ഈ സെയിം. സോ 101 എ ടേം ഓഫ് ദി സീക്വൻസ് അല്ലേ? റിമൈൻഡർ എന്താണ്? സെയിം ആണ്. ശിഷ്ടം തുല്യമാണ്
അല്ലേ? റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2. എന്ത് വേണേലും എഴുതാം. റിമൈൻഡർ ഈസ് ഈക്വൽ ടു 2. ശിഷ്ടം സമം 2. അതുകൊണ്ട് 101 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. 101 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. 101 എ ടേം ഓഫ് ദിസ് സീക്വൻസ്. മനസ്സിലായോ? സംഭവം സിമ്പിൾ അല്ലേ? ഇനി 1001 ആയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 1001 ആയാലോ? 1001 സോറി 1000 എന്ന് എഴുതിയ 1001 ഡിവൈഡഡ് ബൈ 11. 100 എടുത്തു. 100ൽ എത്ര പ്രാവശ്യം? 9 പ്രാവശ്യം. 99 അല്ലേ? 1 ബാക്കി. ദെൻ 1 ഇറക്കിയിട്ടു. 11ൽ 11 ഒരു പ്രാവശ്യം. 11 0 0. എത്രയാണ് റിമൈൻഡർ? റിമൈൻഡർ എത്ര കിട്ടി? 0 എന്ന് കിട്ടി. നമുക്ക് റിമൈൻഡർ എത്ര കിട്ടണമായിരുന്നു? ഒരു ടേം ആകണമെങ്കിൽ നമുക്ക് 2 കിട്ടണമായിരുന്നു. ഇവിടെ റിമൈൻഡർ എത്രയാണ് നമുക്ക് കിട്ടിയത്? 0. അതുകൊണ്ട് 1001 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ? 1001 ഈ സീക്വൻസിലെ ഒരു ടേം അല്ല. 1001 ഇസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. 1001 ഈ ശ്രേണിയിലെ ഒരു പദമല്ല. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.